ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ സമയം 5:45 കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുമെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വാവല്ലേ, അപ്പം ഇന്ന് ആദർശേട്ടന് ബലിയിടാൻ പോകണം. അപ്പോൾ അമ്മ വന്നിട്ട് നേരത്തെ വന്ന് വിളിച്ചു കൂട്ടാം. അപ്പോൾ വാതിലുമ്പോൾ 2 കൊട്ട് കൊട്ടിയതാണ്. അപ്പോൾ ഒരാളത് ഇവിടെ എനിക്ക് കുത്തിയിരിക്കുന്നുണ്ട്. ഞാൻ പാലിപ്പോൾ കലക്കി വന്നിട്ടുണ്ട്. ഇനി പാൽ കൊടുക്കണം. ചേച്ചി കണ്ട് തീരെ തുറക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഏതാണ്ട് 2:30-3 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും പിന്നെ പാല് കൊടുക്കട്ടെ. ബാക്കിയുള്ള ലോക്കൊക്കെ ഞാൻ പിന്നീട് കാണിക്കാട്ടോ. ചേച്ചി കണ്ട് തുറന്ന് സംസാരിക്കാൻ പറ്റണില്ല. അങ്ങനെ ആദർശനൊക്കെ നേരത്തെ എനിക്ക് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ കിച്ചപ്പൻ നല്ല ഉറക്കായിരുന്നു കേട്ടോ. അമ്മ ഉണ്ടല്ലോ ആദർശനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഡോറിൽ വന്ന് 2 തട്ട് തട്ടിയതാ. ഞങ്ങൾ എനിക്കിനേക്കാളും മുന്നേ കിച്ചു എനിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഉറങ്ങേണ്ട ഒരു ഇതുമില്ല. അവൻ കളിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. ഭയങ്കര ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പെട്ട്, കാരണം രാത്രി ഉറങ്ങുമ്പോൾ നന്നായി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയും കൂടി ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇവനെങ്ങനെയാണ് ഉറക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പാലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ എനിക്കോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടാ. അങ്ങനെ പിന്നെ അമ്മയും ആദർശനും പോയി. അപ്പൊ ഞാനും അച്ഛനും നമ്മുടെ കിച്ചപ്പനും മാത്രമായിട്ട് വീട്ടിലുള്ളൂ. പിന്നെ ഞാൻ കിടന്നുറങ്ങിട്ടാ. പിന്നെയുള്ള ഈ വീഡിയോസൊക്കെ ചേട്ടൻ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഒപ്പം അമ്മയും നെല്ലിയമ്മയും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് ഇവർ ബലിയിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇവർ പോണ അമ്പലം നമ്മുടെ കുണ്ടത്തിക്കോടുള്ള കോടശ്ശേരി മലയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഭയങ്കര തിരക്കാവും. കാരണം രാവിലെ തൊട്ട് 2 മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും തോന്നുന്നു ബലിയിടല്. അപ്പോൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ട് തോന്നുന്നു ഇട്ടുണ്ടായിരുന്നത്. എന്നാലും ഇവർ ഓവർ ലേറ്റ് ആവാതെ ഒരു 8 മണി 8:30 ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരിവിടുന്ന് ഒരു കറക്റ്റ് 6 മണിക്ക് ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് 2 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. കുറച്ച് ദൂരെ പോവാളൂ. എല്ലാ അമ്പലത്തിലും ഈ ബലിയിടലില്ലല്ലോ. നമ്മുടെ അവിടെ ഈ ഒരു അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ടാവും. ഇതാട്ടോ കോടശ്ശേരി മല. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അച്ഛൻ അമ്മ ചേച്ചി എല്ലാവരും മിക്ക ഞായറാഴ്ചകളിലും വന്നിരുന്ന ഒരു അമ്പലമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണ്. കുറേ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ലാസ്റ്റ് വന്നേക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു. അതിന് മുന്നേ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ഇനി നമ്മുടെ കിച്ചപ്പന് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് വരണം. പിന്നെ ഇവരവിടുന്ന് ചായയൊക്കെ കുടിച്ചു തോന്നുന്നു. നല്ല കട്ടൻ ചായയും അതുപോലെ ഉപ്പാവൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അങ്ങനെ ഇത് വല്യമ്മയും അമ്മയും പിന്നെ അമൃതയുടെ അമ്മ പിന്നെ ശൈലവല്യമ്മ ഇവരെ കൂടിയിട്ട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അത്യാവശ്യം തിരക്ക് കുറഞ്ഞിട്ടുണ്ടായി തോന്നണു കേട്ടോ. കോടശ്ശേരി മല എന്ന് പേര് പോലെ തന്നെ വലിയ കുന്ന് കയറിയിട്ടാട്ടോ ഈ അമ്പലം. കുറേ കയറ്റൊക്കെ കയറിയിട്ടാണ് നമ്മൾ അമ്പലത്തേക്ക് എത്തുക. അങ്ങനെ ഇതേ അവർ ബലിയൊക്കെ ഇട്ടിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടോ. അമൃതയുടെ അമ്മേനെയും ശൈലവല്യമ്മേനെയും അവരുടെ വീടിന്റെ റോഡിന്റെ വഴിയെത്തിപ്പോൾ ഇറക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഇത് നമ്മുടെ വല്യമ്മയും അമ്മയൊക്കെ ഇത് ഇറങ്ങി. പിന്നെ ആദർശമായിട്ട് ഇത് നേരെ വീട്ടിലേക്ക് കയറി കേട്ടോ. അച്ഛൻ 7:45 പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛൻ പോകുമ്പോൾ ഞാൻ വാതിലടിച്ചിട്ട് വീണ്ടും വന്ന് കിടന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ട് വാതിൽ മുട്ടിയപ്പോൾ ഞാൻ പോയിട്ട് വേഗം വാതിൽ തുറന്നു. വേഗം കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ കിച്ചു അച്ഛൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് കരയോ വിചാരിച്ചിട്ട് വേഗം അവൻ്റെ അടുത്ത് വന്ന് കിടന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആദർശേട്ടൻ വന്നിട്ട് അവനെ എണിപ്പിക്കാൻ നോക്കുകയാണ്. മൂപ്പരാച്ചങ്ങ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. തലേന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോൾ ഏതാണ്ട് 2:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ആകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എണീറ്റിട്ട് ഉറക്കമൊക്കെ ഇങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ തലവേദനയ്ക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് പണിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ വേഗം ചായ കുടിച്ചിട്ട് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കാറ് കേട്ടോ. മഴയായ കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അമ്മയ്ക്ക് പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. പോലെ അവിടെ കിടക്ക് ഗൈസ്. കിച്ചണിൽ ഇപ്പൊ രാവിലെയൊക്കെ പാല് കൊടുക്കണം. ഇതാട്ട അവസ്ഥ. ഇങ്ങനെ കാലുമ്മ കടത്തിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ കുടിക്കില്ല. രാത്രി ആകുമ്പോൾ മാത്രം ബോട്ടിലിൽ അവൻ സുഖമായിട്ട് കുടിക്കും. അത് ഉറക്കത്തിലായതുകൊണ്ട് അവൻ സുഖമായിട്ട് വലിച്ചു കുടിക്കും. അല്ലെങ്കിൽ അവൻ കളിക്കുക, എന്താ പറയാ, ഭയങ്കര മടിയും തുപ്പിക്കളയും അങ്ങനെയൊക്കെയാ. അപ്പൊ പിന്നെ ഞാൻ അത് കലക്കിയത് കളയണ്ടേ വിചാരിച്ചിട്ട് എന്താ ചെയ്യാന്നറിയോ, കാലുമ്മക്ക് എടുത്ത് മറ്റേ സ്പൂൺ കൊണ്ട് കോരിയിട്ട് കൊടുക്കും. അപ്പൊ പിന്നെ ഒന്ന് കുറച്ച് കുടിക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ കലക്കുക കൊണ്ട് കളയാം. 2 മണിക്കൂറിൽ വയ്ക്കാൻ പറ്റുള്ളൂ. ഇവനച്ചങ്ങ് ഓരോ സമയത്തും ഓരോ സ്വഭാവം എടുക്കട്ടോ. കാരണം ഇത്രയും നാൾ സുഖമായിട്ട് പാല് കുടിച്ചായിരുന്ന കുട്ടിയാട്ടോ. ഇപ്പം അവന് പാല് ഇങ്ങനെ കുടിക്കാൻ പറ്റില്ല. ഇപ്പം അവനെ കാലുമ്മൊക്കെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ കുടിക്കുള്ളൂ. രാത്രി ഉറക്കത്തിലൊക്കെ അവൻ പാല് കുപ്പിയിൽ വലിച്ചു കുടിക്കൂട്ടോ. പക്ഷെ രാവിലെ ആയി കഴിഞ്ഞാൽ മൂപ്പർക്ക് ഇങ്ങനെ വലിച്ചു കുടിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് തുടങ്ങിയ സ്വഭാവമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആദർശമായിട്ടൊന്നും പിണങ്ങിട്ടോ. ആദർശയുടെ വീഡിയോയിൽ എന്തോ സംസാരിക്കാൻ വേണ്ടി വരിയിരുന്നു. അപ്പം ഞാൻ വീഡിയോ അറിയാതെ ഓഫാക്കി. അതിന് കുറച്ച് നേരം എൻ്റെ അടുത്ത് പിണങ്ങിയിട്ടിരിക്കുക കേട്ടോ. ഈ പിണക്കൊക്കെ പെട്ടെന്ന് റെഡി ആവട്ടാ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോൾ നമ്മൾ ഉമ്മർത്ത് വന്നിരുന്നു കേട്ടോ. ആദർശേട്ടൻ ഫോണിൽ എന്തോ ചെയ്യുമ്പോൾ മൂപ്പറുടെ കണ്ണ് പോണത് ഫോണിൽ കേട്ടാ. പിന്നെ ഞാൻ വേഗം വിളിച്ചപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടാ. പിന്നെ എൻ്റെ അടുത്ത് ഭയങ്കര ചിരിയും കളിയായിരുന്നു കേട്ടോ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. മഴ പെയ്യണോ പെയ്യണ്ടേന്ന് കർക്കിടകവാവിന്റെ ഒന്നും മഴ പെയ്യുന്നാണ് ആവശ്യം പറയണേട്ടോ. മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്. അമ്മയ്ക്കിന്ന് പണിയിലിട്ട് അമ്മ പോയിട്ടുണ്ട്. കിച്ചുവിനെ കുളിപ്പിക്കണം, പാപ്പ് കൊടുക്കണം, കുറച്ച് പണികളുണ്ട്. കിച്ചു അച്ഛൻ ഉറക്കത്തിൽ നെച്ചിട്ട് ആ ഒരു ഇതിലെങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മടെ കുട്ടനാണ് സുന്ദരനാണ്. എന്നെ കരയിപ്പിച്ചാൻ ഓർമ്മല്ലേ? അയ്യോ കിച്ചമ്മേ, സൗണ്ട് കൂട്ടിയെടുക്ക്. കിച്ചപ്പോൾ അവൻ്റെ അച്ഛമ്മയായിട്ട് ഇതേ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ പിന്നെ ഇത് അമ്മയൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ നോക്കും. അവന് നന്നായിട്ട് കൊഞ്ചിയിട്ട് വിളിച്ച മൂപ്പര് നന്നായിട്ട് ചിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ പോലെ ഫോണിൽ ഇങ്ങനെ മോനെ എന്നൊക്കെ വിളിക്കുക വെച്ചെങ്കിൽ അവൻ അങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുള്ളൂ. ഭയങ്കര ചിരിച്ചിട്ട് കൊഞ്ചിയിട്ട് ഇങ്ങനെ വിളിച്ചാൽ പിന്നെ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഭയങ്കര ചിരിയും കളിയാവും കേട്ടോ. അങ്ങനെ ഇതേ അമ്മ വിളിക്കുമ്പോൾ ഇടയ്ക്ക് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണിയച്ഛനൊക്കെ വിളിക്കുമ്പോൾ നൈസായിട്ട് ചിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടുത്തെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം നമ്മളങ്ങനെ ഇരുന്നു കേട്ടോ. ഇവിടെ മഴയാ അവിടെ. ഞാൻ അമ്പലത്തിൽ അച്ഛമോന് കറിയേ അച്ഛമോനെ. കിച്ചപ്പന് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തുട്ടാ തോന്നണേന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. തലേന്ന് ഞാൻ ഇവനെ കാലുമ്പ് കിടത്തി ആട്ടി ഉറക്കായിരുന്നു കേട്ടോ. അപ്പൊ ഈ പാട്ടച്ഛൻ ഇടക്കിടക്ക് എന്റെ വായിൽ വരും. ഇവനെങ്ങനെ ഉറക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പാട്ട് ഇങ്ങനെ പാടായിരുന്നു കേട്ടോ. അപ്പൊ അവൻ കരയുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവണ ചേട്ടാ. ഞാൻ വിചാരിച്ചു മേത്ത് എന്തെങ്കിലും കടിച്ചോ. ഇതാവുന്ന നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണില്ല. ഈ പാട്ട് പാടി നിർത്തി കഴിഞ്ഞു വെച്ചാൽ അവന്റെ കരച്ചിൽ കഴിയുകയും ചെയ്യും. ഞാൻ രാത്രിയിലത്തെ ഒരു ക്ലിപ്പ് ഇതിൽ ആഡാക്കാട്ടോ. കണ്ടില്ലേ, കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ പാട്ട് കേട്ട മൂപ്പര് കരഞ്ഞു തുടങ്ങാട്ടോ. ഗൈസ് കിച്ചുവിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാട്ടാ. ഞാൻ പോയിട്ട് വെള്ളം ഒഴിച്ച് സെറ്റ് ആക്കട്ടെ. അത് ഇരുട്ട് കുതിക്കുള്ള മഴയാണ് കേട്ടോ. ഭയങ്കര ഇരുട്ട്. ഏറ്റവും പൊട്ടിച്ചിട്ട് ഇരിക്കുന്നത്. കിച്ചുവിന്റെ കുളി കഴിഞ്ഞു. അപ്പൊ ഞാൻ തൽക്കാലം അവൻ ഈ പാമ്പേഴ്സായിട്ട് ഒടിപ്പിച്ചേക്കുന്നത്. കാരണം അവന്റെ പാമ്പേഴ്സ് നമ്മൾ ഓർഡർ ചെയ്ത് ഇതുവരെ വന്നിട്ടില്ല. അവന്റെ പാമ്പേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മേമി പോക്കോ പെൻസ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ കുറെ നാളായി അറൈവിംഗ് സൂൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നു. പക്ഷെ ഇതുവരെ അങ്ങോട്ട് എത്തുന്നില്ല. അത് കാരണം ഞങ്ങൾ പെട്ട്. അപ്പൊ എന്താ വെച്ചെങ്കിൽ ആദർശയുടെ അതുവരെ പുറത്തുനിന്ന് പാമ്പേഴ്സ് ഇങ്ങനെ 2 പാക്കറ്റ് വെച്ച് അങ്ങനെ വാങ്ങിച്ചു തരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞേക്കണം. ഇപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പോകേണ്ടി വരും. അപ്പൊ എന്തായാലും ഞാൻ ചേട്ടന് ചായ എടുത്ത് തുറക്കട്ടെ. കിച്ചപ്പന്റെ കുളി കഴിഞ്ഞിട്ട് കിച്ചനെ ഞാൻ കെടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ കിടന്ന് കളിച്ചോളൂട്ടാ. അമ്പലത്തിൽ നിന്ന് ചായ കുടിച്ച് ഉപ്പുമാവും കട്ടൻ കാപ്പിയും. ഇവിടെ വന്നിട്ട് ഇപ്പം ദോശ ചെക്കാടണ്ട് കേട്ടോ. ഇപ്പം ചായ കുടിച്ചിട്ട് വരാം. കിച്ചുവിനെ സ്ട്രോളറിൽ കിടത്തിയേക്കട്ടെ. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഈ സ്ട്രോളർ യൂസ്ഫുൾ ആണോ. ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒക്കെ അമ്മയ്ക്ക് ഹോസ്പിറ്റലായ സമയത്ത് ഞങ്ങൾ ചായ കുടിക്കുമ്പോഴും ഓരോ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇവനെ അതിൽ കിടത്തി കഴിഞ്ഞു വെച്ചാൽ അതിൽ കിടന്ന് കളിച്ചോളും. പിന്നെ നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യം. നമുക്ക് അങ്ങനെ നോക്കും ചെയ്യാം, നമ്മുടെ അടുത്ത് കൊണ്ട് വയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. സംഭവം യൂസ്ഫുൾ അടിപൊളിയാ. പക്ഷെ ഇതിലും ഉണ്ടല്ലോ
പെട്ടെന്ന് ഒടിച്ച് മടക്കി വെക്കാനൊക്കെ പറ്റുന്ന സ്റ്റോളർ ഉണ്ട്. അത് ചെറുതാക്കിയിട്ട് ചെറിയൊരു കുഞ്ഞി സാധനമാക്കിയിട്ട് അതുണ്ടാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി സത്യം പറഞ്ഞാൽ യൂസ് ആകും. കാരണം നമുക്ക് എവിടെയും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ ഇത് മടക്കാനാണ് എനിക്ക് കുറച്ച് ഞാൻ കൊടുങ്ങല്. എന്തായാലും ഇനിയിപ്പം നമുക്കിനി പോകേണ്ട ആവശ്യം വരുമ്പോ ചിലപ്പോ പറ്റാൻ എടുത്തിട്ട് പോലെ വാങ്ങണ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് നല്ല യൂസ്ഫുൾ ആവണമെന്ന് പറയാൻ പറ്റില്ല. ഉള്ളതുള്ള പോലെ പറയട്ടെ. എന്തായാലും മറ്റേ കേരിയും ബാഗ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ണിയാണ് ചിലവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട്. മറ്റേ ഒരു ഉണ്ണീനൊക്കെ എടുത്തിട്ട് കേരി ബാഗ് മറ്റേത് പിടിക്കണതല്ല അങ്ങനെ എടുക്കണത് സമയത്ത് അത് അല്ല, അത് വേറെ കാര്യം. ആ സാധനം നമുക്ക് ഇനിയല്ല ഇനി മുന്നോട്ടേ യൂസ് ആവുക. കിടക്കില്ല ക്യാരി ബാഗ് എന്ന് പറഞ്ഞ എന്താ സാധനം? മറ്റേ മുന്നിൽ ഇതാക്കിയിട്ടുള്ള അതല്ല, ആ സാധനല്ല. അതും ക്യാരി ബാഗ് വേറെ. ന്യൂ ബോൺ ക്യാരി ബാഗ് എന്താ ഒരു പെട്ടിയിലുള്ള പെട്ടിയല്ല, ഒരു സ്പോഞ്ച് പോലത്തെ സംഭവത്തില് ഉണ്ണീനെ എടുത്തിട്ട് ഇട്ടിട്ട് മനസ്സിലായി. ഞാൻ അവിടെ ഫോട്ടോ കൊടുക്കാട്ടാ. ആ സാധനം നമുക്ക് അമിറ്റോസ് വന്നില്ലേ, കൊളാബ് കിട്ടിയില്ലേ, അതിൽ ഉണ്ണീനെ എടുക്കാൻ വേണ്ടി ചായ കുടിക്കട്ടെ. വർത്താൻ വയറ് കാളിപ്പോ. അത് കിച്ചുവിന് തീരെ ഉപയോഗിച്ചില്ല. ഒറ്റ വട്ടം നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷെ കുറെ പേര് അത് നന്നായിട്ട് യൂസ് ആക്കിയവരുണ്ട്. അപ്പൊ നമുക്ക് ചിലതൊക്കെ നമുക്ക് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ചിലതൊക്കെ നമുക്ക് വെറുതെ ആവുകയും ചെയ്യും. ചായ കുടിക്കട്ടെ. പക്ഷെ എന്നെ വിശന്നിട്ട് ദേഷ്യം തുടങ്ങി. ഗൈസ്, അപ്പൊ ഇന്ന് കിച്ചുവിന്റെ വാക്സിൻ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് ആര്യത കണ്ണൊക്കെ കലക്കി വെച്ചിട്ടാ. അതായത് 3 സംഭവം അടിക്കാണ്ട് 3 ഇഞ്ചക്ഷൻ അടിച്ചുണ്ട്. അപ്പൊ 3 ഇഞ്ചക്ഷന് പകരം ഒറ്റ ഇഞ്ചക്ഷൻ കിട്ടുമെന്നൊക്കെ ഇപ്പം ഗൂഗിളിലും ഹോസ്പിറ്റലിലൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു 3 എണ്ണം തന്നെ അടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അടിക്കാൻ പോവാ. അപ്പൊ അതിന് സങ്കടപ്പെട്ടിട്ട് ഓരോരുത്തർ ചെറുപ്പത്തിൽ വാക്സിൻ അടിക്കാത്തോണ്ടാ കുട്ടിക്ക് വയ്യാണ്ടൊക്കെ ആവുന്നത്. അപ്പൊ വാക്സിൻ അടിക്കുന്ന മോനെ വാക്സിൻ അടിക്കാൻ കൊണ്ടോട്ടെ. 3 വാക്സിൻ തരട്ടെ എനിക്ക്. ഇഷ്ടാണോ വാക്സിൻ? കിച്ചപ്പന് ഇത് 3.5 മാസത്തിൽ കൊടുക്കേണ്ട വാക്സിൻ ആയിരുന്നു കേട്ടോ. ഇവനാച്ചങ്ങ ആ ഒരു സമയം തൊട്ടിട്ട് തുടർച്ചയായിട്ട് നീരിവീഴ്ച, പനി അങ്ങനെ മാറാതെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമുക്കിത് ഫുള്ളായിട്ട് മാറാതെ വാക്സിൻ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും മാസം വരെ ലാഗായിട്ടാണ്. ശരിക്കും പറയാച്ചെങ്കിൽ നമ്മൾ ഈ വാക്സിനൊക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കണം. പക്ഷെ ഇതേപോലെ മക്കൾക്ക് വയ്യായി വന്നു വെച്ചെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മാറാതെ കൊടുക്കാനും പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ദേവൂട്ടം വന്നിട്ടുണ്ട്. അവനിന്ന് ക്ലാസ്സിൽ ഞാൻ കേട്ടോ പറഞ്ഞേ. അങ്ങനെ ആദർശമായിട്ട് അവനെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നല്ല വെയിലിട്ട് പിന്നെ ആദർശമായിട്ട് ഉണ്ണിയെടുത്ത് വേഗം കാർക്കി കയറി. അപ്പം പിന്നെ ഞാൻ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സൈഡിലേക്ക് നിൽക്കാൻ കേട്ടോ. ഞങ്ങൾ അങ്ങനെ പോകണ വഴിക്ക് പാമ്പേഴ്സ് വാങ്ങിച്ചു കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടുന്ന് അടുത്ത കുറച്ചുള്ള ദൂരം. അച്ഛനെ നമ്മുടെ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കിട്ടില്ലേ? സൂചി വെച്ചൂലേ നമ്മുടെ ചുറ്റിന്, നമ്മുടെ മുത്തിന് പോട്ടെ. അവിടെ പിന്നെ അച്ഛൻ കടയിൽ ചേച്ചിയുടെ ഭയങ്കര ചിരി കളി അല്ലേ? അച്ഛന്റെ മോനാ. എല്ലാരോടും സ്നേഹബദ്ധത്തോടു കൂടി സംസാരിക്കുക, അതൊക്കെ അവൻ പഠിക്കുക അല്ലേ? പട്ടിക്കുട്ടിയെ പറഞ്ഞു കൊടുക്കടാ. അപ്പൊ കാണാ തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഈ മുഖം ഞങ്ങൾ കാണിച്ചു തരാം. ഒന്ന് ചിരിച്ചു കാണിച്ചു കൊടുക്കും മോനെ. പൊന്ന് അങ്ങനെ നമ്മളത് ഹോസ്പിറ്റലിലേക്ക് എത്തി ടോക്കൺ എടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ണികൾക്ക് 5 വയസ്സിന് താഴെ ഉണ്ണികൾക്ക് ടോക്കൺ എടുക്കാൻ പൈസ വേണ്ട കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ എന്താ പറയുക, 3 കുത്തുണ്ടെന്ന് 2 എണ്ണം തൊടയമയും 1 എണ്ണം കൈമയും. ഇതച്ചങ്ങ ഭയങ്കര വേദന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അതിൽ 2ാമത്തെ തൊടയമ വയ്ക്കണ ഇഞ്ചക്ഷൻ ഭയങ്കര പെയിൻ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായി. 1.5 മാസത്തെയും ഈ 3.5 മാസത്തെയും ഇഞ്ചക്ഷനാണ് കേട്ടോ ഭയങ്കര പെയിൻ ഉണ്ടാവുക. പിന്നെ 1.5 മാസത്തേക്കാളും കൂടുതൽ വേദന ഉണ്ടാവുക 3.5-ക്കാണെന്ന് കേട്ടോ എല്ലാവരും പറഞ്ഞത്. നഴ്സുമാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ ഇവരുടെ 2 കാലുമേയും 1 കൈമയും ഉണ്ടാവും. അപ്പൊ പിന്നെ കുത്തി വെച്ച് ഞങ്ങൾ പാവണ്ട് ഭയങ്കര കരച്ചിലാവും. എൻ്റെ അമ്മോ കിച്ചുവിനെ ഞാൻ അങ്ങനെ അടക്കി പിടിച്ചിരുത്തിയേക്ക് കിടന്നു. ഇവരുടെ മേത്തുനിന്ന് ചോര വരുന്ന കാണുമ്പോൾ നമുക്കും സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ വേഗം കിച്ചുവിന് കൊണ്ടുപോയിട്ട് പാല് കൊടുത്തു. പാല് കുറച്ച് കുടിക്കുമ്പോഴേക്കും കിച്ചു ബോധം പോയപ്പോലെ കിടന്ന് ഉറങ്ങിയിട്ടോ. പിന്നെ അങ്ങനെ വാശി പിടിച്ചില്ല. പിന്നെ നമ്മൾ 20 മിനിറ്റ് നേരം ഇവിടെ ഒബ്സർവേഷനിൽ ഇരിക്കണം. അങ്ങനെ നമ്മൾ 20 മിനിറ്റ് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആദർശമായിട്ട് അവൻ്റെ മരുന്നും അതുപോലെ തന്നെ ലീസ്റ്റും വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. പിന്നെ നഴ്സുമാരെ സമയത്ത് എല്ലാം പറഞ്ഞു തരും കേട്ടോ. നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടേ, അവൻ എങ്ങനെയൊക്കെയാണ് പതുക്കെ കാല അനക്കി കൊടുക്കണം. പിന്നെ ആ ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്ത് ടച്ച് ചെയ്യാൻ പാടില്ല, മൂത്രോ അപ്പിയോ ഉണ്ണോളം ആവാൻ പാടില്ല. അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഇത് വീടെത്തി ഞാൻ കിച്ചുവിനെയും കൊണ്ടിട്ട് വേഗം പോവട്ടെ. കാറിലാച്ചങ്ങ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേട്ടെടുക്കാമെന്ന് പറഞ്ഞു. ഗൈസ് അങ്ങനെ വീട്ടിലെത്തിയിട്ടാ. നമ്മുടെ കിച്ചു നല്ല ഉറക്കാണ്, പാവണ്ട് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് പണിയുണ്ട്. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ഇപ്പം അമ്മയില്ല വീട്ടിൽ. അമ്മയില്ലാത്ത കാരണം കുറച്ച് പണികളുണ്ടാവും. അപ്പം അതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ട് കിച്ചുവിനെ കുളിപ്പിച്ച് അവന് പാപ്പ് കൊടുത്തു കംപ്ലീറ്റ് അവൻ ഛർദ്ദിച്ച്
എന്നിട്ട് വേഗം പോയി ഞാൻ കുളിച്ച് അങ്ങനെ ക്ഷണപടയിൽ നടന്ന് പോക്കൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇനി പാത്രം കഴുകാണ്ട് അടിച്ചൊരി തുടയ്ക്കാണ്ട് അങ്ങനത്തെ കുറേ പണികളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കിച്ചപ്പം എനിക്കണേക്കാളും മുന്നേ വേഗം പോയിട്ട് എല്ലാം സെറ്റാക്കട്ടെ കേട്ടോ. അടുക്കളൊക്കെ ആകെ വൃത്തിയായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഹാളൊന്ന് വേഗം അടിച്ചൊരി തുടച്ചിട്ടിട്ട് അടുക്കള ക്ലീൻ ചെയ്യാം. പാത്രം കഴുകിയിട്ട് പിന്നെ നേരെ അടുക്കള അടിച്ചൊരി തുടയ്ക്കാൻ വിചാരിച്ചു. വേണ്ട. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം അടിച്ചൂരി തുടയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പം ഞാൻ അടുക്കള ലാസ്റ്റ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം അടുക്കളയിൽ കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ അകവും ഉമ്മാറും റൂമുകളൊക്കെ അടിച്ചൂരി തുടച്ചിട്ട് പിന്നെ അടുക്കള ക്ലീനാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റ് എനിക്ക് ചേച്ചി തന്നായിരുന്നു കേട്ടോ. നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ. കാരണം ഫീഡിങ്ങിൻ്റെ ഓപ്ഷനും രണ്ട് സൈഡിലൊക്കെ സിബായിട്ട് നല്ല അടിപൊളി മാക്സി ആയിരുന്നു. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായി. അങ്ങനെ ഞാൻ വേഗം അടിച്ചോറിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം തുടയ്ക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗമൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ പാത്രമൊക്കെ കഴുകണ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം ചാപ്പി എനിക്കിനേക്കാളും മുന്നേക്ക് വേഗം പണിയോട് തീർക്കണം. ഇവ എനിക്ക് കഴിഞ്ഞ് വെച്ചാൽ ഓൾറെഡി ഇവന് വെയ്യായി ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒപ്പം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ പാത്രം കഴുകണതും അടുക്കള ഒതുക്കണ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ കിച്ചപ്പ് എൻ്റെ പണിയോട് കഴിഞ്ഞതിന് ശേഷം കേട്ടോ മൂപ്പര് എനിട്ടത്. ഇതേ പാലൊക്കെ കൊടുത്ത് പാലിപ്പോൾ കുപ്പിയിൽ കുടിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അവനെ കാലും കെടുത്തി കൊടുത്ത് ചെറുതായിട്ട് വേദനയൊക്കെ ഉണ്ട്. എന്നാലും കാലിട്ട് ചവിട്ടുന്നുണ്ട് കേട്ടോ. ഇടത്തെ കാലിനാണ് നല്ല പെയിൻ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വത്തേ പനിയുടെ മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. അവ ഉറങ്ങി എനിച്ചപ്പോൾ തന്നെ ഞാൻ വേഗം പനിയുടെ മരുന്ന് കൊടുത്ത് ഇനി കളിക്കുന്നുണ്ട്. രാത്രി ആകുമ്പോൾ പനിക്കാതിരുന്നാൽ മതിയായിരുന്നു. പാവം അമ്മൻ്റെ കുട്ടി പാവം കുട്ടിയാട്ടോ. ഒരാൾ തുടക്കിടന്ന് ഉറങ്ങുന്നു. പിന്നെ ഇത് അമ്മയൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കിച്ചപ്പനെ കളിപ്പിച്ചു. പിന്നെ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ അമ്മ പോണേക്കാൻ മുന്നേ കിച്ചുവിനെ എനിക്ക് തൊട്ടിയിലിട്ട് ആട്ടി ഉറക്കി തന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ അതേ കണ്ണു തുറന്നിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ആട്ടിയപ്പോൾ മൂപ്പരുന്ന് കുറേ നേരം നല്ല ഉറക്കം ഉറങ്ങിയിട്ടാ. പിന്നെ അവൻ എനിക്കണത് ഏതാണ്ട് ഒരു 4:30-5 മണിക്ക് നമ്മളാണ് ഉറക്കത്തുനിന്ന് എനിക്കണേട്ടാ. ഇപ്പൊ അവന് വേദന ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സമയം ഒരു 5 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല ഉറക്കായിരുന്നു. ഇപ്പൊ കാലനങ്ങുമ്പോ നല്ല കരച്ചിലാണ് കേട്ടാ. എന്താ പുറത്തു പോകുന്ന കഴിയില്ല. അപ്പൊ ഇത് പുറത്തു പോകാൻ കഴിയില്ല. എന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ കരയും. എന്താ പ്രശ്നം പറയാ അച്ഛനും സുഖം ചൂടെടുക്കണ്ട തലക്കെ. മറ്റന്നാൾ പുറത്തു പോകാന്നോ. പിന്നെ വൈകിട്ട് ഇത് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പച്ചൻ പണി മാറ്റി വരുമ്പോൾ പപ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വീണ്ടും ആദർശേട്ടൻ്റെ അടുത്ത് പിണങ്ങേക്കാണ്. ആദർശേട്ടൻ വീഡിയോയിൽ സംസാരിക്കാൻ വരുമ്പോൾ അപ്പോഴും ഞാൻ ക്യാമറ അറിയാതെ ഓഫാക്കിയതാണ്. വീണ്ടും എൻ്റെ അടുത്ത് പിണങ്ങിയിട്ടിരിക്കുക കേട്ടോ. അമ്മ പണി മാറ്റി വന്നപ്പോൾ കിച്ചുവിനെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴുകി തന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവന് ഭയങ്കര സുഖമായി. ഈ ചൂടുവെള്ളത്തിൽ മേലെ എടുക്കുമ്പോൾ അവന് ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവന് നന്നായിട്ട് പനിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മേലെ ചൂടുവെള്ളത്തിൽ തുടച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അവനത് ഭയങ്കര ആശ്വാസം കിട്ടും. മുന്നൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണെന്ന് ചെയ്തിരുന്നത്. അങ്ങനെ മൂപ്പര് സുഖമായിട്ട് ഉറങ്ങാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.